ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റാർ ലൈവ് ടെക്. ഇന്ന് നമ്മളൊരു സ്മാർട്ട് ഫോൺ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ടെക്നോയിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ടെക്നോ സ്പാർക്ക് 5 എന്ന ഡിവൈസാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ അപ്പുറത്ത് ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് നോക്കുമ്പോൾ 6.6 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നത്. ഒരു പഞ്ച് ഹോൾ കട്ടുമായിട്ടാണ് ഈ ഒരു ഡിവൈസ് വരുന്നത്. 83.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നുണ്ട്. ഇനി നമ്മൾ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Helio A22 എന്ന ചിപ്സെറ്റാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. Android 10 ബേസിലാണ് ഈ ഒരു ഡിവൈസ് റൺ ചെയ്യുന്നത്. iOS 6.1 ആണ് ഈ ഒരു ഡിവൈസിൻ്റെ യൂസർ ഇൻ്റർഫേസ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 2 GB റാമും 32 GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ് ലഭിക്കുന്നത്. പിന്നെ ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. സോ 2 സിം കാർഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു SD കാർഡ് നമുക്ക് ഉപയോഗിക്കാം. ഇനി നമ്മൾ ക്യാമറയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ സൈഡിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 13 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസർ, f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. പിന്നെ 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും പിന്നെ ഒരു AI ക്യാമറ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു LED ഫ്ലാഷും അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും റിയർ സൈഡിൽ കാണാം. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് 8 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. f2.0 ആണ് അപ്പർച്ചർ വരുന്നത്. നമുക്ക് ഡിസ്പ്ലേക്കകത്ത് തന്നെ പഞ്ച് ഹോൾ കട്ടിലാണ് സെൽഫി ക്യാമറ വരുന്നത്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. സോ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി. മൈക്രോ USB പോർട്ടാണ് ഇതിൽ വരുന്നത്. ടൈപ്പ് C പോർട്ടൊന്നും ലഭിക്കുന്നില്ല. ഒപ്പം 3.5mm ഓഡിയോ ജാക്കും ലഭിക്കുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഐസ് ജെഡൈറ്റ്, സ്പാർക്ക് ഓറഞ്ച്, വെക്കേഷൻ ബ്ലൂ, മിസ്റ്റി ഗ്രേ എന്നീ 4 കളേഴ്സിലാണ് ലഭിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഒഫീഷ്യലി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 7999 രൂപയാണ്. ഇനി നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു സ്മാർട്ട് ഫോൺ എന്നാണ് നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഡിസ്പ്ലേയെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ അത്യാവശ്യം നല്ലത് തന്നെയാണ്. ബട്ട് പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത്ര മികച്ച പെർഫോമൻസ് ഈ ഒരു ഡിവൈസ് കാഴ്ചവെക്കില്ല. പ്രത്യേകിച്ച് ഒരു ഗെയിമിങ്ങിനൊന്നും പറ്റിയ ഒരു സ്മാർട്ട് ഫോൺ അല്ല നമ്മുടെ ടെക്നോ സ്പാർക്ക് 5. പിന്നെ ബേസ് വേരിയൻറ്റിൽ നമുക്ക് 2 GB റാമൊക്കെയാണ് ലഭിക്കുന്നത്. ഇൻറ്റേർണൽ സ്റ്റോറേജ് നമുക്ക് SD കാർഡ് ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യാം. ബട്ട് റാം 2 GB മാത്രമാണ് ലഭിക്കുന്നത്. ക്യാമറ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ക്യാമറയാണ്. പിന്നെ ബാറ്ററി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിലും മികച്ചൊരു ബാറ്ററി സെഗ്മെൻ്റ് ആണ്. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഒഴിച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്തൊരു നല്ല സ്മാർട്ട് ഫോൺ തന്നെയാണ് ടെക്നോ സ്പാർക്ക് 5. പിന്നെ ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും നമുക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നില്ല. സോ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് 4-5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.